ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ISK Easy ഇംഗ്ലീഷ്. ഇന്നത്തെ തമ്പനെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് നമുക്ക് PSCയിലൂടെ പെട്ടെന്ന് എങ്ങനെ ഒരു ജോലി ലഭിക്കാം, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് തമ്പനെയിൽ മാത്രം, സബ്ജക്റ്റ് വേറെ അങ്ങനെയല്ല, അതിൻ്റെ ടോപ്പിക്കും അത് തന്നെയാണ്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ PSCക്ക് നമ്മൾ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും എല്ലാം ഒരു ജോലി ലക്ഷ്യമാക്കിയിട്ടാണ്. നമുക്കതിൽ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക്, ഇപ്പോൾ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക്, അവരുമായി ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ PSCക്ക് പഠിക്കായിക്കോട്ടെ, പഠനം എന്ന് പറയുന്നത് ഒരു വർക്കാണ്. ഏതൊരു വർക്ക്, നമ്മൾ വർക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാർഡ് വർക്കും ഉണ്ട്, സ്മാർട്ട് വർക്കും ഉണ്ട്. ഹാർഡ് വർക്ക് എപ്പോഴും സക്സസ് ആവണമെന്നില്ല, എന്നാൽ സ്മാർട്ട് വർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നത് അവർക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ LD ക്ലർക്ക് അല്ലെങ്കിൽ LGS ഇതുപോലുള്ള ജനറൽ PSC നമ്മൾ എഴുതാറുണ്ട്. നമ്മൾ അതിനു വേണ്ടി പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും എക്സാം എഴുതാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക മാത്രമാണ് ഇത്തരത്തിലുള്ള ജനറൽ PSCക്കുള്ള ഒരേ ഒരു മാർഗം. ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കന്നെ വേണം, പഠിക്കല്ലാതെ നമ്മളെ മുൻപിൽ മറ്റൊരു മാർഗങ്ങളുമില്ല. എന്നാൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റു ചില കഴിവുകൾ, അത്തരം കഴിവുകളുള്ള ആളുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 4 വീല് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾ, ഇനി അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകൾ, അപ്പം ഇത്തരം ആളുകൾ, ഇനി അതുപോലെ തന്നെ ടൈപ്പിംഗ് കോഴ്സ് കഴിഞ്ഞ ആളുകൾ, ടൈപ്പിംഗ് ഹയർ ഒക്കെ കഴിഞ്ഞ ആളുകൾ, അപ്പം ഇത്തരം ആളുകൾ ഇവരെന്ത് ചെയ്യുക, ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഇവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലൈസൻസ് ഉള്ള ആളുകൾ, ഇപ്പോൾ 4 വീല് ലൈസൻസ് ആയിക്കോട്ടെ, ഈ ലൈസൻസ് ഉള്ള ആളുകൾ അവരുടെ ആ ലൈസൻസ് അവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്വാളിഫൈ ആയിട്ടുള്ള എക്സാംസ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം എക്സാംസിന് പഠിക്കുമ്പോൾ, അതായത് നമ്മൾ എഴുതുന്ന മാർക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ കഴിവും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ജോലി സാധ്യത വരുന്നത്. അപ്പം അതുപോലെ തന്നെ ടൈപ്പിംഗ് അറിയുന്ന ആളുകൾ, അതായത് പിന്നെ LD ടൈപ്പിസ്റ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫിസിക്കൽ ആളുകൾ, അത്തരം ആളുകൾ, ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ സ്റ്റാമിന ഉള്ള ആളുകൾ, ഫിസിക്കൽ സ്റ്റാമിന ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ്, അതുപോലെ തന്നെ പോലീസ്, ഇത്തരത്തിലുള്ള എക്സാംസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരം പരീക്ഷകൾ, ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പരീക്ഷകൾ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡ്രൈവർ തസ്തികയിലേക്കുള്ള എക്സാം എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. എന്നാൽ സാധാരണ ഒരു LD ക്ലർക്ക് അല്ലെങ്കിൽ ഒരു LGS ഒരു എക്സാം വരികയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റും. അതായത് വളരെ വൈഡായിട്ട് അതിൻ്റെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടായിരിക്കും. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഒരുപാട് കൂടുകയാണ്. അതേ സമയത്ത് ഒരു ഡ്രൈവർ തസ്തികയിലേക്കുള്ള, അത് ഏതായിക്കോട്ടെ, പോലീസ് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, ഡ്രൈവർ തസ്തികയിലേക്കുള്ള ഒരു എക്സാം വരികയാണെങ്കിൽ ഈ ലൈസൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അത്തരം ആളുകളോട് മാത്രം കോമ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്നാൽ ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ LD ടൈപ്പിസ്റ്റ് വരികയാണെങ്കിൽ എല്ലാ ആളുകളും അത് അപേക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. അതായത് ഹയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാംസ് നമ്മൾ ക്വാളിഫൈ ആയിട്ടുള്ള, നമുക്ക് എഴുതാൻ കഴിയുന്ന, അതുപോലെ തന്നെ നമ്മൾ ക്വാളിഫൈ ആയിട്ടുള്ള പെർട്ടിക്കുലർ എക്സാംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ലിസ്റ്റിൽ കയറാനും നമുക്കൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഇത്തരം ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഇത്തരം ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.